മിതമായ നിരക്കിൽ സാധാരണക്കാരന് ആധുനിക രീതിയിലുള്ള ചികിത്സ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി മണലൂർ സഹകരണ ആശുപത്രിക്ക് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ 5 നില കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി ഭരണസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓരോ നിലയും 4532 ചതുരശ്ര അടിയോടുകൂടിയാണ് നിർമ്മിക്കുക. ഇതിനാവശ്യമായ ഫണ്ട് സമാഹരണം മാർച്ച് 18 രാവിലെ 10 ഫാദർ ഡേവിസ് ചിറമ്മൽ ഉദ്ഘാടനം ചെയ്യും. ആശുപത്രിക്ക് ഒരു കൈത്താങ്ങ് എന്ന പേരിലാണ് ധനശേഖരണം നടത്തുക. ഒരു ചാക്ക് സിമന്റ് മുതൽ ഒരു നില കെട്ടിടം വരെ എന്തും സ്പോൺസർ ചെയ്യാനാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. മണലൂർ, വെങ്കിടങ്ങ്, അന്തിക്കാട്, അരിമ്പൂർ പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് മിതമായ നിരക്കിൽ ചികിത്സ ലഭ്യമാക്കുകയാണ് ഉദ്ദേശം. സാധാരണക്കാരന് ആശ്രയിക്കാവുന്ന ഏക സഹകരണ ആശുപത്രിയാണ് മണലൂർ സഹകരണ ആശുപത്രിയെന്നും അത് കുറേക്കൂടി ആധുനീകരിച്ച് പ്രവർത്തന സജ്ജമാക്കുമെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. നിലവിലുള്ള ചികിത്സകൾക്ക് പുറമെ ഓർത്തോ, പീഡിയാട്രീഷ്യൻ, ദന്തൽ, ജനറൽ മെഡിസിൻ, ജീവിതശൈലി രോഗങ്ങൾ, ഫിസിയോതെറാപ്പി എന്നീ വിഭാഗങ്ങൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഗൈനക്കോളജി, സ്കിൻ, ENT എന്നീ വിഭാഗങ്ങൾ കൂടി ഉടൻ ആരംഭിക്കും. ഇവ സാധാരണക്കാർക്ക് ലഭ്യമാക്കുന്നതിന് മിതമായ ചാർജുകൾ മാത്രമാണ് വാങ്ങിക്കുകയെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. വൃദ്ധസദനം, പകൽ വീട്, ഡയാലിസിസ് തുടങ്ങുവാൻ തീരുമാനിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു. മാർച്ച് 16 രാവിലെ 10 ലോക വൃക്ക ദിനത്തോടനുബന്ധിച്ച് മണലൂർ സഹകരണ ആശുപത്രിയും പോർഫ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി സൗജന്യ വൃക്ക രോഗനിർണയ ക്യാമ്പും ID കാർഡ് വിതരണവും ഡയാലിസിസ് രോഗികൾക്ക് മരുന്ന് വിതരണവും സംഘടിപ്പിക്കും. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആശുപത്രി ഭരണസമിതി പ്രസിഡന്റ് AV ശ്രീവത്സൻ, സഹകരണ ആശുപത്രി ഓണററി മാനേജർ VV സജീന്ദ്രൻ, രാകേഷ് പറത്താട്ടിൽ, ജിജോ തെക്കത്ത്, സെബാസ്റ്റ്യൻ കാഞ്ഞാണി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.